ഒരുപാട് നാളുകളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. സ്ഥിരമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതായിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. സ്ഥിരമായി വീഡിയോസ് വരാത്തത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കിലായി പോയത് കൊണ്ടാണ്. തിരക്കെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഞാൻ ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന പരിപാടിയിൽ പാട്ട് വർത്തമാനം അവതരിപ്പിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക്. സിനിമയ്ക്ക് വേണ്ടിയാണ് പാട്ടുകൾ ഉണ്ടാക്കുന്നത്, എന്നാൽ ആ സിനിമ തന്നെ ഇല്ലെങ്കിലോ? അപ്പോൾ ഈ കഴിഞ്ഞ 1-2 മാസം അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ അടുക്കുന്നത് കൊണ്ട് തന്നെ ഫുൾ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. അവർക്ക് കൊടുക്കാനുള്ള കണ്ടന്റുകളും അതിൻ്റെ ഷൂട്ടും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ തിരക്കിലായിപ്പോയി. എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുമായിരുന്നു, പക്ഷേ അതിന് പോലും ടൈം കിട്ടിയിരുന്നില്ല എന്നതായിരുന്നു സത്യം. ഇതൊന്നും കൂടാതെ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒന്നും അത്ര ഓക്കെ ആയിരുന്നൊരു സമയമായിരുന്നില്ല കടന്നുപോയത്. അതുകൊണ്ടൊക്കെ കൂടിയാണ് വീഡിയോ വരാൻ ഇത്രയും ലേറ്റ് ആയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ലാഗ് അടുപ്പിക്കാതെ കാര്യം പറയടാ എന്നുള്ള ടൈപ്പ് കമൻറ്റുകൾ ഇട്ടത് കണ്ടു. അതുകൊണ്ട് തന്നെ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ചാനലിൽ അവസാനമായിട്ട് മൂവി അനാലിസിസ് ഇട്ടത് ജൂൺ മാസത്തെയാണ്. ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ബാക്കി മാസങ്ങളുടെ അനാലിസിസ് എവിടെയാണ്. മറുപടി പറയടാ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ജൂലൈ മാസത്തിൽ അത്ര ഗംഭീര സിനിമകളോ വലിയ ഹിറ്റുകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ആ മാസത്തേത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്താൽ ഈ വീഡിയോ തീരെ ലെങ്ത് കാണില്ല. അതുകൊണ്ട് തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസം റിലീസായ അതിൽ മികച്ച അഭിപ്രായം കിട്ടിയ വൻ നെഗറ്റീവ് കിട്ടിയ തിയേറ്ററുകളിൽ അണുബോംബായി പോയതുമായ സിനിമകളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കൂടുതൽ സമയങ്ങളെ നിരാകരിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. മലയാള സിനിമ ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് ഹിറ്റുകൾ കണ്ടതാണ്. എന്നാൽ ജൂലൈ മാസം ഒരൊറ്റ ഹിറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. കാരണം ജൂലൈ മാസത്തിൽ ഒരൊറ്റ ഹിറ്റ് പോലും ഉണ്ടായിരുന്നില്ല മലയാള സിനിമയിൽ. ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകളും അണുബോംബുകളായിരുന്നു. അതിൽ തന്നെ ഭൂരിഭാഗവും വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ റിലീസായ പടങ്ങളും. അങ്ങനെ ജൂലൈ മാസത്തിൽ റിലീസായ നിങ്ങൾ കേട്ട ചില സിനിമകളെ കുറിച്ച് ആദ്യം പറയാം. പാർട്ട്നേഴ്സ്. വീക്കിലി സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ ജൂലൈ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ഇറങ്ങിയ ആദ്യ സിനിമയായിരുന്നു പാർട്ട്നേഴ്സ്. ഇനി ഒരുപാട് ഒരുപാടുണ്ടല്ലോ. ഈ പടം റിലീസിന് മുന്നേ കുറച്ച് സംസാരമായ പടമാണ്. സംസാരമായി മീൻസ് ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അങ്ങനെ ആ ട്രെയിലർ കണ്ടിട്ടെങ്കിലും കുറച്ച് പേർക്ക് കാണാൻ തോന്നിയ ഒരു സിനിമയാണ് പാർട്ട്നേഴ്സ്. 2018 പുറത്തിറങ്ങിയ ഉണ്ണി മുകുന്ദനും നമ്മുടെ ഗോകുൽ സുരേഷും ഒക്കെ അഭിനയിച്ച ഇര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് നവീൻ ജോൺ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ സഞ്ജു ശിവറാം, കലാഭവൻ ഷാജോൻ, പ്രശാന്ത് അലക്സാണ്ടർ, റോണി ഡേവിഡ്, അനീഷ് ഗോപാൽ, അങ്ങനെ നീളുന്നു ഇതിലെ കാസ്റ്റിംഗ്. ഒരുപാട് കാസ്റ്റിംഗ് ഉള്ള ഈ പടത്തിലെ ട്രെയിലർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഹോപ്പ് നൽകിയ ഒന്നായിരുന്നു. ഒരു ഹീസ്റ്റ് ടൈപ്പ് സ്റ്റോറി ആയിരുന്നു പടത്തിൻ്റെത്. ഒരു ഹീസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ ആ ലെവലിലൊക്കെ പ്രതീക്ഷിച്ചാണ് ഒരുപാട് പേരെ പടം പോയി കണ്ടത്. ഒരുപാട് പേരല്ല, കുറച്ച് പേര്. രാത്രി വല്ല പാകിസ്ഥാൻ പാട്ടാളെ വന്ന് കൊണ്ടുപോയോ? എന്നാൽ പടത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ കിട്ടിയത് ബട്ടർഫ്ലൈ എഫക്റ്റ് ആയിരുന്നു. പോസിറ്റീവ് വരുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് കിട്ടിയത് പക്ഷേ ആവറേജ് റിപ്പോർട്ട് മാത്രമായിരുന്നു. പക്ഷേ ആരും തന്നെ ഈ സിനിമ ഒരു ദുരന്തം എന്ന ലെവലിൽ അഭിപ്രായം പറയുന്നത് കേട്ടിരുന്നില്ല. മുന്നേ വന്ന ചില ധ്യാൻ ശ്രീനിവാസൻ പടങ്ങളെ പോലെ അങ്ങനെ ഒരു അണുബോംബ് റിവ്യൂ ആയിരുന്നില്ല ഈ സിനിമയ്ക്ക് കിട്ടിയത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസന്റെ സ്റ്റാർ വാല്യൂ കൊണ്ടായിരിക്കാം പടം തിയേറ്ററിൽ അത്ര വലിയ ഹിറ്റൊന്നും ആയില്ല. നമ്മളിങ്ങനെ ചവറുപോലെ സിനിമകൾ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം അതാണ്, നല്ല സിനിമ വന്നാലും ആളുകൾ തിയേറ്ററിൽ പോയി അത് കാണൂല. ആര് സംവിധാനം ചെയ്താലെന്താ, ഞാനല്ലേ അഭിനയിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞ് ധ്യാൻ ശ്രീനിവാസൻ വന്ന പോലെ തന്നെ തിയേറ്ററിൽ നിന്ന് തിരികെ പോയി നമുക്ക് അടുത്ത സിനിമ നോക്കാം. ഞാൻ പോകുന്നു. ബൈ. ഇടിയൻ ചന്തു. സർപ്രൈസിംഗ് സ്റ്റാർ വിഷ്ണു ഉണ്ണികൃഷ്ണനെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഇടിയൻ ചന്തു. വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൂടാതെ ഗായത്രി അരുൺ, ലേന, ചന്തു സലീം കുമാർ, ജോണി ആന്റണി, ലാലു അലക്സ്, ബിജു സോപാനൻ തുടങ്ങി ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പടമായിരുന്നു ഇടിയൻ ചന്തു. ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം റീച്ച് ഈ പടത്തിന് കിട്ടിയിരുന്നു. അതിന് കാരണം വേറൊന്നുമല്ല, ഒറ്റപ്പേര്, പീറ്റർ ഹെയ്ൻ. പീറ്റർ ഹെയ്ൻ ഫൈറ്റ് ചെയ്യുന്ന പടം എന്ന ലെവലിലായിരുന്നു ചന്തുവിന്റെ പ്രൊമോഷൻ. അങ്ങനെ വന്ന പടം പക്ഷേ തിയേറ്ററിൽ അത്ര വർക്കായില്ല. കട്ടക്കലിപ്പനായ നായകൻ അമ്മയുടെ സെന്റിമെന്റ്സിൽ നല്ലവനാവുന്നതും ശേഷം സാഹചര്യങ്ങൾ മൂലം വീണ്ടും കലിപ്പിലേക്ക് പോയി കുറച്ച് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതുമൊക്കെയാണ് പടത്തിൽ കാണിച്ചു പോകുന്നത്. അതും നായകൻ ഒരു സ്കൂൾ വിദ്യാർത്ഥി കൂടിയാണ്. നായകൻ എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഇതിൽ വില്ലൻ വേഷം ചെയ്തത് ചന്തു സലീം കുമാറാണ്. പുള്ളി ഒരു കിടിലൻ നടനാണെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷേ ഈ സിനിമയിൽ ചന്തുവിന്റെ വില്ലനിസം അത്രയൊരു എഫക്റ്റീവ് അല്ലായിരുന്നു. ഈ പടത്തിലെ പുള്ളിയുടെ തമിഴ് ഡയലോഗുകളൊക്കെ കേട്ടപ്പോൾ തമിഴ്നാട് കൊച്ചിയിലാണോ എന്ന് തോന്നിപ്പോയി. പിന്നെ പടത്തിലെ ആക്ഷൻ സീൻസ് ഒക്കെ കിടുവായിരുന്നു. അത് അടിപൊളിയായിട്ട് തന്നെ വിഷ്ണുവും ചന്തുവും ചെയ്തിട്ടുമുണ്ട്. നല്ല കിടിലനായിട്ട് എടുക്കാവുന്ന ഒരു പടം, ഒരു പ്ലോട്ട് എങ്ങനെയൊക്കെയോ സെറ്റാക്കി വെച്ച പോലെയാണ് എനിക്ക് പടം കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ കമന്റിൽ പറയോ, അങ്ങനെ അല്ല തോന്നിയെങ്കിലും കമന്റിൽ പറയാം കേട്ടോ. എന്ത് തന്നെ ആയാലും പടത്തിന്റെ ബോക്സ് ഓഫീസ് വിധി വിശേഷം. ആനന്ദ് മധുസൂദനൻ, ചിന്നു ചാന്ദിനി, അൽതാഫ് സലീം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൂരജ് ടോം സംവിധാനം ചെയ്ത സിനിമയാണ്
വിശേഷം. പടത്തിന്റെ പേര് പോലെ തന്നെ വളരെ സിമ്പിൾ ആയ ഒരു പടമായിരുന്നു വിശേഷം. ട്രെയിലർ ഇറങ്ങിയ ടൈമിലായാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നൊരു വൈബ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു തോന്നൽ തെറ്റിക്കാത്ത വിധത്തിലുള്ള റെസ്പോൺസ് ആയിരുന്നു പടം കണ്ടു കഴിഞ്ഞവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഡീസൻറ്റ് റിപ്പോർട്ട്സ് ആണ് സിനിമയ്ക്ക് അന്ന് വന്നത്. അതിൽ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസുകൾ കിട്ടുമായിരുന്നു. അത്യാവശ്യം ഡീസൻറ്റ് അഭിപ്രായം കിട്ടി ഈ പടവും. പക്ഷേ തിയേറ്ററിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയില്ല. മേ ബി പ്രൊമോഷൻ്റെ കുറവോ അല്ലെങ്കിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജോ ആയിരിക്കാം. എന്ത് തന്നെയായാലും പടം നൈസാണ്. ഇപ്പോൾ പടം OTT-ൽ വന്നിട്ടുണ്ട്, ആമസോൺ പ്രൈമിൽ. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. പിന്നെ ഈ പടം കണ്ടപ്പോൾ പേഴ്സണലി എനിക്കൊരു ദേജാവു ഫീൽ അടിച്ചു. അതിന് കാരണം 2018 ഞാൻ സംവിധാനം ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, നീയൻ സർഗ സൗന്ദര്യമേ. ഈ വിശേഷം എന്ന് പറയുന്ന പടത്തിൽ ചില സീനുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ തന്നെ സംവിധാനം ചെയ്ത ആ ഷോർട്ട് ഫിലിമിലെ ചില സീനുകളാണ് ഓർമ്മ വന്നത്. ഡോക്ടർ ഇല്ലേ ഇവിടെ? 12 மணிக்கு தான் சார் வரும். நீங்க ஸ்பெர்ம் கலெக்ஷன் தானே? അതും കണ്ടിട്ടില്ലാത്തവർ ഈ ഗ്യാപ്പിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം. ലെവൽ ക്രോസ്. തലവന് ശേഷം ആസിഫ് അലിയുടെ ഒരു മേജർ റിലീസായിരുന്നു ലെവൽ ക്രോസ്. നവാഗതനായ അർഫ സയ്യൂബ് സംവിധാനം ചെയ്ത ഈ പടത്തിലെ മറ്റ് 2 മെയിൻ കഥാപാത്രങ്ങൾ ചെയ്തത് അമല പോളും ഷറഫുദ്ദീനുമാണ്. പടത്തിന്റെ ട്രെയിലർ കണ്ട ശേഷം ഇതൊരു പക്ക ഡ്രാമ പടമായിരിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതിൽ തന്നെ ആസിഫ് അലിയുടെ കിടിലൻ പെർഫോമൻസും ഉണ്ടാവുമെന്ന് കുറേ പേർ പ്രതീക്ഷിച്ചിരുന്നു. ഈ പറഞ്ഞ 2 കാര്യവും നടന്നെങ്കിലും പടം പക്ഷേ എല്ലാവർക്കും അങ്ങോട്ടൊരു തൃപ്തി കിട്ടിയില്ല. ഒട്ടുമിക്കവർക്കും അത്ര കണക്റ്റ് ആയില്ല. അതൊരു മോശം സിനിമ ആയതുകൊണ്ടല്ല, മറിച്ച് നമുക്കത്ര പരിചിതമല്ലാത്തൊരു രീതിയിൽ കഥ പറഞ്ഞു പോകുന്നൊരു പടം ആയതുകൊണ്ടാണ്. പടത്തിലെ ആസിഫിൻ്റെയും അമല പോളിൻ്റെയും ഒക്കെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞൊക്കെ ഗംഭീര അഭിപ്രായങ്ങൾ നേടി വാഴ്ത്തപ്പെട്ടേക്കാവുന്നൊരു സിനിമയാണ് ലെവൽ ക്രോസ്. വീക്കിലി സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ ജൂലൈ മാസത്തെ അവസാനത്തെ ആഴ്ചയിൽ റിലീസായ സിനിമയായിരുന്നു SN സ്വാമിയുടെ സംവിധാനത്തിൽ വന്ന സീക്രട്ട്. SN സ്വാമി സാറാണെങ്കിൽ CBI 5 എന്ന മാസ്മരിക ജഗജില്ലാടി പടത്തിന്റെ സ്ക്രിപ്റ്റിന് ശേഷം ആദ്യമായി സംവിധാനം ചെയ്തൊരു പടം കൂടി ആയിരുന്നു സീക്രട്ട്. ആദ്യത്തേതും അവസാനത്തേതും. ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ അപർണ ദാസ്, പിന്നെ നമ്മുടെ സെൽവൻ കലേഷ് ഒക്കെ ആയിരുന്നു മെയിൻ. പടത്തിന്റെ റിലീസിന് മുന്നേ ധ്യാനും മണിക്കൂട്ടനുമായിട്ടുള്ള തഗ് ഇന്റർവ്യൂസ് എല്ലാം നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. ഈ പടം തിയേറ്ററിൽ കണ്ടവരെക്കാൾ കൂടുതൽ ഇവരുടെ ഇന്റർവ്യൂസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അമ്മാതിരി റീച്ച് ആയിരുന്നു ആ ഇന്റർവ്യൂകൾക്ക്. അതിനു പുറമെ പടത്തിന്റെ ട്രെയിലറും അത്യാവശ്യം ഡീസന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എവിടേക്കോ ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷ ഈ പടത്തിനെ പറ്റി ഉണ്ടായിരുന്നു. പക്ഷേ പടം റിലീസായി ആദ്യ ദിവസം ആദ്യ ഷോ കഴിഞ്ഞ് വന്ന റിവ്യൂസൊക്കെ മാരകമായിരുന്നു. മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. എന്റെ വളർച്ചയിൽ അസൂയമൂത്ത ഏതൊരുത്തനായിരിക്കും അത് ചെയ്തത്. ഒരു അപരാധം ലെവൽ പടമൊന്നുമല്ല, പക്ഷേ എവിടേക്കോ കണ്ടുമെടുത്ത ചില എലമെൻസും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കഥയും ഒക്കെ ആയിട്ടുള്ളൊരു പടം. നമ്മുടെ ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയൊരു കാര്യമൊന്നും അല്ല. അയാൾ ആഴ്ചയ്ക്ക് പടം ഇറക്കുന്നു, പൊട്ടിക്കുന്നു, പോകുന്നു. പക്ഷേ ആ പാവം മനുഷ്യൻ SN സ്വാമി സാറിന്റെ അവസ്ഥയാണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും സ്ക്രിപ്റ്റ് എഴുത്തിൽ പുള്ളി നമ്മളെ ഞെട്ടിച്ച് എത്ര സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ് പുള്ളി. ആറ്റുനോറ്റിരുന്ന് ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്തിട്ട് അങ്ങേക്ക് ഈ ഗതി വന്നല്ലോ. എന്റെ പ്രിയ കൂട്ടുകാരെ ചാത്തുക്കുട്ടുകാരെ അങ്ങേക്ക് ഈ ഗതി വന്നല്ലോ. പഞ്ചായത്ത് ജട്ടി. മറിമായം ടീമിന്റെ സിനിമ എന്ന ലെവലിൽ വന്ന ജട്ടിക്ക് അത്യാവശ്യം ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു പടം ആയിരുന്നെങ്കിൽ കയറി പോകാൻ ചാൻസ് ഉണ്ടായിരുന്ന പടം. പക്ഷേ നിർഭാഗ്യവശാൽ പടത്തിന് നെഗറ്റീവ് റിവ്യൂകളാണ് വന്നത്. വളരെ മോശം അഭിപ്രായമാണ് വന്നത്. അങ്ങനെ മറിമായം ടീം തിയേറ്ററിൽ യാതൊരു മറിമായവും കാണിക്കാതെ തിയേറ്റർ വിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ജൂലൈ മാസത്തിൽ വന്നുപോയ പ്രധാന സിനിമകളിൽ ചിലത്. ഇനി ഇതൊന്നും കൂടാതെ ശങ്കർ സാറിൻ്റെ എഴുത്തോല, കുരുക്ക്, ഒരു സ്മാർട്ട് ഫോൺ പ്രണയം, കനകരാജ്യം, പുതിയ നിറം, സമാധാന പുസ്തകം തുടങ്ങിയ സിനിമകളും റിലീസായിരുന്നു. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ജൂലൈ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത മാസത്തിലേക്ക് കടക്കാം. അതേത് മാസം? ഓഗസ്റ്റ് മാസത്തിൽ ചില സിനിമകളൊക്കെ ഹിറ്റായെങ്കിലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു മെച്ചമുണ്ടായിരുന്ന ഒരു മാസമൊന്നും ആയിരുന്നില്ല ഓഗസ്റ്റ് മാസം റിലീസായി ഹിറ്റായതും അടപടലമായതുമായ സിനിമകളിലേക്ക് സൂപ്പർ സിന്ദഗി. ജൂലൈ മാസത്തെ 2 ബോംബുകൾക്ക് ശേഷം ആഗസ്റ്റ് മാസത്തിലെ ആദ്യ ആഴ്ച തന്നെ, അതായത് ജൂലൈ അവസാനത്തെ ആഴ്ച ഒരു പടം ഇറക്കി, അതിൻ്റെ ഗതി കഴിഞ്ഞു. ഓഗസ്റ്റ് മാസം ആദ്യത്തെ ആഴ്ച വീണ്ടും ഫ്രഷ് ആയിട്ട് അടുത്ത പടവുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ മറ്റേ പുതിയ തീരങ്ങൾ സിനിമയിൽ ചെമ്പിൽ അശോകൻ ചേട്ടൻ്റെ ഒരു മീമുണ്ടല്ലോ, പേടിച്ച് റെഡിയായി കുളിച്ചിട്ട് കിടന്നുറങ്ങുന്ന സെറ്റപ്പ്. ആ സെറ്റപ്പിൽ ധ്യാൻ ശ്രീനിവാസൻ ഓഗസ്റ്റ് മാസത്തെ ആദ്യ ആഴ്ചയും വീണ്ടും വന്നു. സൂപ്പർ സിന്ദഗി. വിൻറ്റേജ് ആയിരുന്നു സിനിമയുടെ സംവിധായകൻ. ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ ജോണി ആന്റണി, മുകേഷ്, കലേഷ് അഥവാ നമ്മുടെ സെൽവൻ, ഋതുമന്ത്ര, സുരേഷ് കൃഷ്ണ, അങ്ങനെ അത്യാവശ്യം സ്റ്റാർ കാസ്റ്റിൽ വന്നൊരു പടം കൂടിയായിരുന്നു സൂപ്പർ സിന്ദഗി. ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തൊരു നായകൻ പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നതും അവിടെ വെച്ച് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തുന്നതും പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ കാണിച്ചു പോകുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എടുക്കാവുന്ന ഒരു പടത്തെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങ് എൻഡ് ചെയ്യിച്ചു.
ഇനി ഇതിൽ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ ആകെ കുറച്ചെങ്കിലും നന്നായിട്ട് തോന്നിയത് നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണയുടെയും ഡയറക്ടർ സ്റ്റാർ ജോണി ആൻ്റണിയുടെയും പെർഫോമൻസ് ആണ്. എന്തിനു പറയുന്നു, നല്ല കിടിലൻ നടനായ മുകേഷ് ഏട്ടൻ പോലും ഈ പടത്തിൽ എന്തോ ഒത്തില്ല. പിന്നെ ഈ സിനിമയിലെ നായികമാരെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്ത് തന്നെയായാലും പടം തിയേറ്ററിൽ വർക്കൗട്ടായില്ല. ഇനി അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞിട്ട് ധ്യാൻ ശ്രീനിവാസൻ തിരിച്ചുപോയി. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അഡിയോസ് അമിഗോ. ആസിഫ് അലിയുടെ തലവനും ലെവൽ ക്രോസിനും ശേഷം തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു അഡിയോസ് അമിഗോ. ആസിഫ് അലി കൂടാതെ സുരാജ് വെഞ്ഞാറമൂടും ഇതിലൊരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. നഹാസ് നാസർ ആയിരുന്നു പടത്തിന്റെ ഡയറക്ടർ. അഡിയോസ് അമിഗോ എന്ന് വെച്ചാൽ സ്പാനിഷ് ഭാഷയിൽ ഗുഡ് ബൈ ഫ്രണ്ട് എന്നാണ്. ഈ സിനിമയും അങ്ങനെ ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത്. ഒരു ദിവസം അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന രണ്ട് വ്യക്തികൾ, അവർ രണ്ടുപേരും സൗഹൃദത്തിലാവുന്നു. അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. അപ്രതീക്ഷിതമായ പല നല്ല മൊമെന്റുകളും ഉണ്ടാകുന്നു. അവസാനം ഒരു അഡിയോസ് അമിഗോ പറഞ്ഞു പോകുന്നു. പടം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി തരാൻ ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ആസിഫ് അലിയുടെയും സുരാജ് വെഞ്ഞാറമൂടിന്റെയും കിടിലം പെർഫോമൻസ് നമുക്ക് പടത്തിൽ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ഈ സീനിലൊക്കെ. കാണുന്ന പ്രേക്ഷകന്റെ മനസ്സൊന്ന് ഹീലാക്കുന്ന ടൈപ്പ് ഒരുപാട് കിടിലൻ സീനുകളുള്ള ഒരു പടം കൂടി ആയിരുന്നു അഡിയോസ് അമിഗോ. അനഘയായിട്ട് വീണ്ടും കണ്ടുമുട്ടുമ്പോഴുള്ള സീനും അവിടെ വരുന്ന ആ പാട്ടുമൊക്കെ അന്യായ ഫീൽ ആയിരുന്നു. പറ്റുവാണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് പിന്നെ ഇത്രയും മികച്ചൊരു സിനിമ ആയിരുന്നിട്ട് കൂടിയും അഡിയോസ് അമിഗോ പക്ഷേ തിയേറ്ററുകളിൽ വലിയൊരു വിജയമൊന്നും ആയില്ല. അതിന് കാരണം പടത്തിന്റെ ഡ്യൂറേഷൻ ആയിരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളയാവുന്ന സീനുകളൊക്കെ ഒന്ന് കളഞ്ഞിരുന്നെങ്കിൽ പടം വേറെ ലെവൽ ഹിറ്റായനെ. കാരണം അമ്മാതിരി ഒരു ഫീൽ ഗുഡ് ടൈപ്പ് പടം ആയിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മെയ്യഴകിന് മുമ്പ് വന്ന ആ ഒരു മൂഡിലുള്ളൊരു പടമായിരുന്നു അഡിയോസ് അമിഗോ. ഇതിലെ ആസിഫിന്റെ ക്യാരക്ടറൊക്കെ കുറേ പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതുപോലെ സുരാജ് ക്ലൈമാക്സിൽ പറയുന്ന ഈ ഡയലോഗും നമ്മളെ പോലുള്ള ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആയിരുന്നു. ഉള്ളവരെ എവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയാൽ ഒടുക്കം എത്തേണ്ട അടുത്തെത്തും, ഇല്ലാത്തവരിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. തിയേറ്ററിൽ ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിപ്പോയെങ്കിലും OTTയിൽ പടത്തിന് നല്ല അഭിപ്രായം കിട്ടിയിരുന്നു. കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പടം, നിങ്ങൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടും. നുണക്കുഴി മലയാളത്തിൽ നിലവിൽ മിനിമം ഗ്യാരണ്ടിയുള്ള ഒരേ ഒരു സ്റ്റാറേ ഉള്ളൂ, അത് നമ്മുടെ ബേസിൽ ജോസഫ്. പുള്ളിയുടെ ലാസ്റ്റ് വന്ന എല്ലാ പടങ്ങളും വൻ ഹിറ്റുകളായിരുന്നു. സംവിധായകനായി പോകുന്നതിന് പകരം പുള്ളി ഇപ്പോൾ ഫുൾ ടൈം ആക്ടിങ് തിരഞ്ഞെടുത്തതും ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം. അങ്ങനെ കരിയറിന്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് മലയാളത്തിന്റെ സൂപ്പർ ഡയറക്ടർമാരിൽ ഒരാളായ ജിത്തു ജോസഫ് ബേസിലിനെ നായകനാക്കി ചെയ്ത പടമാണ് നുണക്കുഴി. ഗ്രേസ് ആന്റണിയും നീല വിമലുമായിരുന്നു പടത്തിലെ നായികമാർ. ഇവരൊന്നും കൂടാതെ സിദ്ദിഖ്, മനോജ് കെ ജയൻ, ബൈജു സന്തോഷ്, സൈജു കുറുപ്പ്, അങ്ങനെ നീളുന്നു ലിസ്റ്റ്. ഇതിൽ തന്നെ ബൈജു ചേട്ടന്റെ പെർഫോമൻസ് കിട്ടില്ലായിരുന്നു ഈ പടത്തിൽ. ഒരു സീരിയസ് വിഷയം ഫൺ മോഡിൽ പറഞ്ഞു പോകുന്നതാണ് പടം. വാഴയ്ക്കൊപ്പം ക്ലാഷ് ആയിട്ടാണ് നുണക്കുഴി റിലീസായത്. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് അന്യായ പോസിറ്റീവ് കിട്ടിയ വാഴയ്ക്കൊപ്പം ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാൻ നുണക്കുഴിക്ക് സാധിച്ചില്ല. അത്യാവശ്യം പോസിറ്റീവ് റിപ്പോർട്ട്സ് ആണ് പടത്തിനന്ന് കിട്ടിയത്. ഒരു ടിപ്പിക്കൽ സീരിയസ് ജിത്തു ജോസഫ് പടം അല്ലാത്തത് കൊണ്ടും പടത്തിൻ്റെ ഹ്യൂമർ ടെംപ്ലേറ്റ് നല്ല രീതിക്ക് വർക്കൗട്ട് ആയതുകൊണ്ടും ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയാണ് തിയേറ്ററുകളിൽ നിന്നും നുണക്കുഴി തിരികെ പോയത്. വാഴ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നുണക്കുഴി റിലീസായ അന്ന് തന്നെ റിലീസായ മറ്റൊരു സിനിമയാണ് വാഴ. ആനന്ദ് മേനനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഗൗതമിൻ്റെ രഥമില്ലേ, നമ്മുടെ നീരജ് മാധവൻ്റെ അതേ സംവിധായകൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഇത് എഴുതിയിരിക്കുന്നതും വിപിൻ ദാസ് ആണ്. വാഴയിൽ അത്യാവശ്യം വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതിൽ മിക്കവരും എന്നല്ല, അതിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങൾ തന്നെയായിരുന്നു. അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാം റീലിലും യൂട്യൂബ് ഷോർട്സിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ള പരിചിതമായ പുതിയ മുഖങ്ങൾ. സിജു സണ്ണി, അമിത് മോഹൻ, ജോമോൻ ജ്യോതിർ, സാഫ് ബോ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, നോബി കോട്ടയം നസീർ, അങ്ങനെ നീളുന്ന ലിസ്റ്റ്. സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടം ഒക്കെ രസകരമായി തന്നെയാണ് പടത്തിൽ കാണിച്ചു പോയിട്ടുള്ളത്. മീനാക്ഷി ഉണ്ണികൃഷ്ണനും ശ്രുതി മണികണ്ഠനുമാണ് പടത്തിലെ ഫീമെയിൽ ലീഡുകൾ. നായിക പ്രാധാന്യം അങ്ങനെ വലുതായിട്ടില്ലാത്തൊരു പടം ആയിരുന്നെങ്കിലും ഇതിലെ മീനാക്ഷി അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടർ ഒത്തിരി പയ്യന്മാർക്ക് ക്രഷ് തോന്നിയൊരു ക്യാരക്ടറായിരുന്നു. ആ ബോയ്ക്കട്ട് അടിച്ചുള്ള ലുക്കും കാഷ്വൽ സംസാരവും ഒക്കെ സിഗ്മ അടിച്ച് നടന്ന പയ്യന്മാരെ വരെ മയക്കുന്നതായിരുന്നു. അച്ഛൻ മക്കൾ റിലേഷൻഷിപ്പൊക്കെ കിടുവായിട്ട് തന്നെ പടത്തിൽ കാണിച്ചു പോയിട്ടുണ്ട്. ക്ലൈമാക്സിൽ ആ ഹൃദയം മുറിയും എന്ന പാട്ട് വരുമ്പോൾ ശരിക്കും കേട്ടിരുന്ന നമ്മുടെയും ഹൃദയം ഒന്ന് മുറിയും. പടം മൊത്തത്തിൽ കിടുവാണെങ്കിലും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിലെ ജോമോൻ ജ്യോതിറിൻ്റെ. പുള്ളിയെ സ്ക്രീനിൽ കണ്ടാൽ തന്നെ നമുക്ക് അങ്ങോട്ട് ചിരി പൊട്ടുകയാണ്. ഗുരുവായൂരമ്പല നടയിൽ അതുപോലെ തന്നെയായിരുന്നു. രാത്രിയിൽ നീ എനിക്കൊരു കെട്ടൻ, ഞാൻ നിനക്കൊരു കൂട്ടൻ, ബട്ടൺ. പിന്നെ ഒരു ടീമിനെ പറ്റി കൂടി പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അവരുടെ ഫാൻസ് വന്ന് പൊക്കാനിടും. നമ്മുടെ ഹാഷിർ ആൻഡ് ടീം. നമ്മുടെ മങ്കാത്ത സിനിമയിൽ കടസീലത വന്ന് സെന്റർ വിനായക് മഹാദേവ് എന്ന് പറയുന്ന പോലെ പടത്തിലേക്ക് ലോഞ്ചായ ഒരു അന്യായ ടീമായിരുന്നു ഹാഷിർ ആൻഡ് ടീം. ഹാഷിറിന്റെ ഇൻട്രോയ്ക്കൊക്കെ തിയേറ്ററിൽ കിട്ടിയ കയ്യടികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ജനങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണ് പുള്ളിയെന്ന്.
ഹാഷിർ മാത്രമല്ല അജിൻ, അലൻ, വിനായക് എല്ലാവർക്കും നല്ലൊരു സ്ക്രീൻ സ്പേസ് തന്നെയാണ് പടത്തിൽ കിട്ടിയത്. പടത്തിൽ ഇവരുടെ സീനൊക്കെ ഗുഡ് റെസ്പോൺസ് തന്നെയായിരുന്നു. വാഴ 2-ഉം ഇവർ വെച്ച് അണിയറയിൽ ഒരുങ്ങുന്നതിൻ്റെ പ്രധാന കാരണവും അതുതന്നെ. വെറും 4 കോടി രൂപ മാത്രം ബഡ്ജറ്റിൽ വന്ന പടം തിയേറ്ററുകളിൽ വാരിയത് 42 കോടിയോളം രൂപയാണ്. എന്തായാലും വാഴ 2 ഇറങ്ങട്ടെ, ഹാഷിറും ടീമും ഇതിൻ്റെ ഇരട്ടി കളക്ഷൻ ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭരതനാട്യം, സൈജു കുറുപ്പിൻ്റെ കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യം തിയേറ്ററിൽ പരാജയമാവുകയും OTT-യിൽ വന്നപ്പോൾ അന്യായ ഹിറ്റുമായ പടം. എന്താണെന്നറിയില്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒരു പടം നല്ലതാണെന്ന് അറിഞ്ഞാലും അതിലൊരു സ്റ്റാർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ തിയേറ്ററിൽ പോയി കാണുള്ളൂ. അതെന്താണെന്തോ അങ്ങനെ. ഭരതനാട്യമൊക്കെ അത്യാവശ്യം നല്ലൊരു ഫാമിലി പടമായിരുന്നു. ഞാനൊക്കെ തിയേറ്ററിലിരുന്ന് ചിരിച്ചു മറിഞ്ഞ പടം. നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പടത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ എന്തോ തിയേറ്ററുകളിലേക്ക് ആൾ വന്നില്ല, വലിയ കളക്ഷനും നേടിയില്ല. പേപ്പർ വ്യൂ ഡീലിൽ OTT-യിൽ വന്ന പടം അതിലൂടെ അത്യാവശ്യം ലാഭം ഉണ്ടാക്കിയെന്നാണ് അറിയുന്നത്. എന്തായാലും ഇനി ഇതുപോലുള്ള നല്ല സിനിമകൾ വരട്ടെ. അതൊക്കെ സ്റ്റാർ കാസ്റ്റ് നോക്കാതെ ആളുകൾ തിയേറ്ററിൽ ചെന്ന് കണ്ടു തന്നെ വിജയിപ്പിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തിയേറ്ററിൽ വന്നതും ആളുകൾക്കിടയിൽ ചർച്ചയായതും ആവാതെ പോയതുമായ സിനിമകൾ. ഈ സിനിമകൾ കൂടാതെ സൈജു ശ്രീധരൻ്റെ ഫൂട്ടേജ്, ഷാജി കൈലാസിൻ്റെ ഹണ്ട് തുടങ്ങിയ സിനിമകളും അത്യാവശ്യം പ്രതീക്ഷ നൽകിയാണ് വന്നത്. പക്ഷേ ആ സിനിമകളുടെ വിധിയും തിയേറ്ററുകളിൽ പരാജയമാവുക എന്നതായിരുന്നു. ഈ പറഞ്ഞ സിനിമകൾ ഒന്നും കൂടാതെ ചെക്ക്മേറ്റ്, സിക്കാഡ, മകുടി, മെമ്മറി പ്ലസ്, ഓർമ്മചിത്രം, കർണിക, താനാര, പാലും പഴവും, വിരുന്ന്, ചുരുൾ, മനോരാജ്യം, പട്ടം, സംഭവസ്ഥലത്ത് നിന്നും അങ്ങനെ ഇത്രയും സിനിമകൾ ഓഗസ്റ്റിൽ തിയേറ്ററുകളിൽ വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ വിധി എന്താണെന്ന് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ തിയേറ്ററിൽ വന്ന സിനിമകൾ. അടുത്തത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ അനാലിസിസ് ആണ്. ക്ഷമിക്കണം ലേറ്റ് ആയതിന്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.